നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. നിയമ നടപടികൾ ഇനി അതിവേഗത്തിലെന്ന് മോദി. പുതിയ നിയമങ്ങൾ വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുമെന്നും ശിക്ഷാ കാലാവധിക്ക് ശേഷം ആരും ജയിലിൽ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 3 ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കാരെ ശിക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന IPC, CRPC, ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണിവ. അടിമകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് രാജ്യത്ത് തുടർന്നത്. കൂടാതെ നീതി വൈകുന്നത് നീതി നിഷേധമാണെന്ന് ഇനി കേൾക്കില്ലെന്നും മോദി പറഞ്ഞു. ഷവർമ ഉണ്ടാക്കുമ്പോൾ ഇനി സമയവും തീയതിയും രേഖപ്പെടുത്തണം. ഷവർമ അടക്കമുള്ള ആഹാര സാധനങ്ങൾ തയ്യാറാക്കിയതിന്റെ തീയതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഷവർമ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നടത്തിയ പരിശോധനയിൽ 12.43 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. ഭാര്യ ഓടിച്ചിരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി ഭർത്താവ്. ഭാര്യ ഓടിച്ചിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ ചേർത്ത് നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ ഭർത്താവിനും കാറിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം ചെമ്മൻമുക്കിലാണ് സംഭവം നടന്നത്. കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് അപകടത്തിൽ വെന്തു മരിച്ചത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. 3 മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്നു അനില. ചെമ്മാൻമുക്കിലെത്തിയപ്പോൾ അതേ ദിശയിൽ മറ്റൊരു കാർ ഓടിച്ചു വന്ന് വശം ചേർത്ത് ഉരസി നിർത്തിയ പത്മരാജൻ ബക്കറ്റിൽ കരുതിയ പെട്രോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അനിലയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇടതുവശത്ത് സീറ്റിലിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണി ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. ഇയാളെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ കെടുത്തിയ ശേഷമാണ് അനിലയുടെ മൃതദേഹം പുറത്തെടുത്തത്. ബാങ്ക് അക്കൗണ്ടുകളിൽ ഇനി 4 നോമിനികളാവാം. ബാങ്ക് അക്കൗണ്ടുകളിൽ 4 നോമിനികളെ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ബിൽ ലോക്സഭ പാസാക്കി. സെബി അടക്കം ഏജൻസികളുടെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ വാദങ്ങളും RSP MP NK പ്രേമചന്ദ്രനും തൃണമൂൽ MP സൗഗത റായിയും നൽകിയ ഭേദഗതികളും തള്ളി ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായതിന്റെ സർട്ടിഫിക്കറ്റുകൾ നൽകി. അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇതിന്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് തുറമുഖ വകുപ്പ് അധികൃതർ കൈമാറി. ചെന്നൈ IITയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ജൂലൈയിൽ തുടങ്ങി നവംബർ വരെ നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ലോകത്തിനു മുന്നിൽ കരുത്തു തെളിയിച്ചതായി മന്ത്രി അറിയിച്ചു. മധു CPMൽ നിന്ന് BJPയിലേക്ക്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ജില്ലാ സെക്രട്ടറി V ജോയ്ക്കെതിരെ നിശിത വിമർശനം ഉന്നയിക്കുകയും ചെയ്ത CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിനു പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP ജില്ലാ പ്രസിഡന്റ് V രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മധുവിന്റെ വീട്ടിലെത്തി BJPയിലേക്ക് ക്ഷണിക്കുകയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മധുവിനെ ഷോൾ അണിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഇന്ന് രാവിലെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മധുവിന് പാർട്ടി അംഗത്വം നൽകി. മധുവിന്റെ മകൻ മിഥുനെയും CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ഇതിനെ തുടർന്ന് മിഥുനും BJPയിൽ ചേരാൻ തീരുമാനിച്ചു എന്നാണ് വിവരം. വൈദ്യുതി നിരക്ക് വർധന കൂടുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിക്കൊണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് ഉടനുണ്ടാവും. ഡിസംബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഈ വർഷം യൂണിറ്റിന് 40 പൈസ കൂട്ടണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ ആവശ്യം. കൂടാതെ ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല പ്രത്യേക നിരക്കായി യൂണിറ്റിന് 10 പൈസ അധികം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടാതെ 2027 വരെ 3 വർഷവും നിരക്ക് വർധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടികൾ തടയാനൊരുങ്ങി ട്രിവാൻഡ്രം ക്ലബ്ബ്. ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനുള്ള തണ്ടപ്പേർ റദ്ദാക്കി ട്രിവാൻഡ്രം ക്ലബിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടിക്കെതിരെ നിയമപരമായ സംരക്ഷണത്തിനുള്ള നീക്കം തുടങ്ങി. ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനുള്ള പ്രമാണം ഹാജരാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് സർക്കാർ തണ്ടപ്പേര് റദ്ദാക്കിയത്. എന്നാൽ യഥാർത്ഥ രേഖകൾ ഉണ്ടെന്നും ഇടയ്ക്കേതോ ഭാരവാഹികളുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടെന്നുമാണ് ക്ലബിന്റെ വാദം. ഇതിന്റെ പകർപ്പ് തരേണ്ടത് സർക്കാരാണെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിന്റെ നടപടികൾ തടയാനുള്ള നിയമപരമായ ആലോചനയിലാണ് നിലവിൽ ക്ലബ്ബ്. ജയ അരിക്കും പച്ചരിക്കും വില കൂട്ടി സപ്ലൈകോ.
ജയ അരിക്കും പച്ചരിക്കും സപ്ലൈകോ വില കൂട്ടി. സബ്സിഡിയിൽ ലഭിക്കുന്ന അരിക്ക് ഈ മാസം 3 രൂപ വീതമാണ് കൂട്ടിയത്. ഇതോടെ കിലോഗ്രാമിന് യഥാക്രമം 29, 33 രൂപ വീതമായി. കുറുവ, മട്ട അരികളുടെ വില 3 മാസം മുമ്പ് തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം വെളിച്ചെണ്ണ വില കുറച്ചു. ലിറ്ററിന് 175 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് 8 രൂപയാണ് കുറച്ചത്. GST കണക്കാക്കാതെയുള്ള നിരക്കാണിത്. ഡിജിറ്റൽ തട്ടിപ്പിന്റെ പുതിയ രൂപം. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം. രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ ജിയോ, എയർടെൽ, BSNL, VI എന്നിവയുടെ വരിക്കാർ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ പരിചിതമല്ലാത്ത കോഡുകളിൽ നിന്നെത്തുന്ന കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്നും +77, +89, +85, +86, +84 എന്നിങ്ങനെ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ തട്ടിപ്പ് സംഘങ്ങളുടേതാണെന്നും കേന്ദ്ര മുന്നറിയിപ്പിൽ പറയുന്നു. ശിശുക്ഷേമ സമിതിയിലെ ജനറൽ സെക്രട്ടറി പ്രതികരണവുമായി രംഗത്ത്. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി രംഗത്ത്. നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും എങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണെന്നും നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഉള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അരുൺ ഗോപി പറഞ്ഞു. സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഗതാഗത വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളും വീണ്ടും ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. വിനോദസഞ്ചാര കാലമായതിനാൽ എല്ലാ സ്കൂളുകളിൽ നിന്നും യാത്ര പോകുന്നതിനാലാണ് ഈ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ സ്കൂൾ ബസ്സുകളും മോട്ടോർ വാഹന വകുപ്പ് മുൻപാകെ ഹാജരാക്കി സ്കൂൾ മാനേജ്മെന്റുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ഗതാഗത വകുപ്പ് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 1 മരണം, 22 പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സേലം സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഇവർ ഇന്ന് MLA ആയി. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPM നേതാവ് UR പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും വേദിയിലുണ്ടായിരുന്നു. UR പ്രദീപ് ദൃഢപ്രതിജ്ഞയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആദ്യമായാണ് രാഹുൽ MLA ആകുന്നത്. 2ാം തവണയാണ് UR പ്രദീപ് MLA ആകുന്നത്. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഹെലിപോർട്സ്, ഹെലി സ്റ്റേഷൻസ്, ഹെലിപാഡ്സ് തുടങ്ങിയവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും പോളിസിയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് ഉണർവേകുവാൻ ഹെലി ടൂറിസം നയ രൂപീകരണത്തിലൂടെ സാധിക്കും. കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നുവരുന്നതിനും ഇത് സഹായകരമാകും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ സ്ഥിരപ്പെടുത്തും. സംസ്ഥാനത്തെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 5 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരപ്പെടുത്തും. കോടതി നിർദ്ദേശപ്രകാരമാണിത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. മുരിങ്ങയില ജ്യൂസിന്റെ ഗുണങ്ങൾ. മുരിങ്ങയില കറിയാക്കി കഴിക്കുന്നവർ കേട്ടോളൂ. ഇത് ജ്യൂസാക്കി കഴിച്ചാൽ കൂടുതൽ ഗുണം ചെയ്യും. 1/2 കപ്പ് മുരിങ്ങയില 1 കപ്പ് വെള്ളം ചേർത്ത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇതിൽ നാരങ്ങാനീര് ചേർക്കുന്നത് രോഗപ്രതിരോധ ഗുണം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ദോഷകാരികളായ ടോക്സിനുകളെ നീക്കം ചെയ്യാൻ ഈ പാനീയത്തിന് കഴിവുണ്ട്. ചർമ്മകോശങ്ങൾക്ക് യൗവനം നൽകി ചർമ്മത്തെ തിളക്കത്തോടെയും രക്തപ്രസാദത്തോടെയും നിലനിർത്തുന്നു. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ കരൾ, തലച്ചോറ് എന്നിവയുടെ ആരോഗ്യകരമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. ഫ്രീ റാഡിക്കലുകളെ നിയന്ത്രിച്ച് മാരക രോഗങ്ങളെ തടയാനും ഇവ സഹായിക്കുന്നുണ്ട്. തേർഡ് ഡേ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.